ഹായ് നമസ്കാരം. ചൈനീസ് കാബേജ് കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു ചൈനീസ് കാബേജ് വാങ്ങിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കിംചി ഉണ്ടാക്കാനായിട്ടാണ് സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. ഇത് അവരുടെ റെസിപ്പി നോക്കി ഞാൻ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി ചതച്ചെടുത്തു, ക്യാബേജ് അരിഞ്ഞ് വെച്ചു. വലുതായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ, നന്നായിട്ട് ചെറുതാക്കണമെന്നില്ല. പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് വഴറ്റി പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളിതേപോലെ വലുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചൈനീസ് കാബേജ് അതിനകത്തോട്ട് ചേർത്തു. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കുറച്ച് ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ചൈനീസ് കാബേജ് ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈനീസ് കാബേജ് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഒതുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് സോസുകൾ ചേർക്കാം. ഈ സോയ സോസാണ് ഞാൻ ചേർക്കുന്നത് ആദ്യമായിട്ട്. പിന്നുണ്ടല്ലോ ഞാൻ ഓയിസ്റ്റർ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുന്നുണ്ട്. ഇത്രയും സോസാണ് ഞാൻ ചേർക്കുന്നത്. ചില്ലി സോസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കുപ്പി തുറക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാനത് എടുത്തില്ല. അപ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി സ്റ്റിർ ഫ്രൈ റെഡിയാക്കി. അപ്പോൾ ഇത്തിരി മാഗിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മാഗി സാധാരണ പോലെ തന്നെ നമ്മുടെ 2 മിനിറ്റ്സ് മാഗി ഉണ്ടല്ലോ പാക്കറ്റ്, അതാണ് നൂഡിൽസ് എടുത്തത്. നൂഡിൽസ് എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി കാര്യമായിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നൂഡിൽസ് എടുത്തു വെച്ചു, ചൈനീസ് ക്യാബേജ് ഫ്രൈ എടുത്തു വെച്ചു, സ്റ്റിർ ഫ്രൈ എടുത്തു വെച്ചു. പിന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചൈനീസ് ക്യാബേജിൻ്റെ ഈ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് നൂഡിൽസിൻ്റെ കൂടെ കഴിച്ചു. നല്ല ചൂട് നൂഡിൽസ്, ചൂട് ചൈനീസ് ക്യാബേജ് സ്റ്റിർ ഫ്രൈ, തണുപ്പ്, മഴ ഒക്കെ ആയിട്ട് നന്നായിരുന്നു.